ആരോഗ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് മുസ്ലിം യൂത്ത് ലീഗ് പ്രവർത്തകർ മാത്രയിൽ റോഡ് ഉപരോധിച്ചു. ഉപരോധ പരിപാടി മുസ്ലിം ലീഗ് മണ്ഡലം വൈസ് പ്രസിഡന്റ് കെ കോയ ഹാജി ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യമന്ത്രി രാജിവെക്കുക എന്നാവശ്യപ്പെട്ട് മുസ്ലിം യൂത്ത് ലീഗ് പ്രവർത്തകർ മാത്രയിൽ റോഡ് ഉപരോധിച്ചു. വൈകുന്നേരം 4:30ഓടെയാണ് ഉപരോധം സംഘടിപ്പിച്ചത്. ആരോഗ്യമേഖലയെ സംരക്ഷിക്കുക, ആരോഗ്യമന്ത്രി രാജിവെക്കുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തി മാത്ര ബസ് സ്റ്റോപ്പിന് മുമ്പിൽ റോഡിൽ ഇരുന്നായിരുന്നു ഉപരോധം. ഉപരോധം 3 മിനിറ്റ് പിന്നിടുമ്പോഴേക്കും ഇരുഭാഗത്തും മാത്ര പാലാഴി റോഡിലും ഗതാഗതം സ്തംഭിച്ചു. ഇതോടെ പന്തീരങ്കാവ് ഇൻസ്പെക്ടർ ഷാജുവിന്റെ നേതൃത്വത്തിൽ പോലീസ് സംഘം പ്രതിഷേധക്കാരെ റോഡിൽ നിന്നും നീക്കി. എല്ലാ ഉളുപ്പും ചൂടും എല്ലാ പ്രതികരണ ശേഷിയും ഈ രാജ്യത്ത് ഇപ്പം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അവർക്കൊന്നും പറയാനില്ല. അവർക്ക് പറയാനുള്ളത് എല്ലാം ഒന്നാന്തരമായിരുന്നു, എല്ലാം ഒന്നാന്തരമാണ് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഞാൻ നീട്ടിപ്പറയുകയല്ല. നമ്മുടെ മുഖ്യമന്ത്രി അമേരിക്കയിൽ ചികിത്സ നേടുമ്പോൾ ഇവിടുത്തെ പാവപ്പെട്ട ആളുകൾക്ക് മെഡിക്കൽ കോളേജുകൾ, അതായത് സർക്കാർ മെഡിക്കൽ കോളേജുകൾ അനുയോജ്യമായ രീതിയിൽ തന്നെയെങ്കിലും അതിനുണ്ടാകുന്ന സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ട ബാധ്യത കേരളം ഭരിക്കുന്ന ഗവൺമെന്റിനുണ്ട് എന്നുള്ള കാര്യം തീർച്ചയാണ്. ഏതായിരുന്നാലും ഈ സമരത്തിൽ നേതൃത്വം കൊടുത്ത, സമരം നടത്തിയ മുഴുവൻ യൂത്ത് ലീഗിന്റെ പ്രവർത്തകന്മാരെയും അഭിനന്ദിക്കുകയാണ്. നാളെ ഉറങ്ങാൻ സാധ്യമല്ല എന്നുള്ളത് നിങ്ങൾക്ക് സൂചന തരികയാണ്. ശക്തമായ പ്രക്ഷോഭവുമായി ഈ ഗവൺമെന്റിനെതിരെ മുമ്പോട്ട് പോകേണ്ടത് അത്യാവശ്യമാണ്. ഒരു സംശയമില്ല. തൊടുന്നതൊക്കെ മനുഷ്യരെ ദോഷം ചെയ്യുന്ന ഒരു സർക്കാരാണ് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. തൊട്ടതിനൊക്കെ നികുതി ചുമത്തി എല്ലാ സാധനത്തിനും ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള സാധനങ്ങൾക്ക് വിലക്കയറ്റം കൊണ്ട് പൊറുതിമുട്ടി ഒരു നിലക്കും മുന്നോട്ട് പോകാൻ കഴിയാത്തൊരവസ്ഥയാണ്. ഉദ്ഘാടന ചടങ്ങിൽ മുസ്ലിം യൂത്ത് ലീഗ് ഒളവണ്ണ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് CM മുഹാദ് അധ്യക്ഷനായി. ഹമീദ് മൗലവി, PTM സാദിഖ് തുടങ്ങിയവർ സംസാരിച്ചു. അഷ്റഫ് ബാബു, NA അസീസ്, ബാസിദ് പാലാഴി, ഷാമിൽ അജ്മൽ തുടങ്ങിയവർ റോഡ് ഉപരോധത്തിന് നേതൃത്വം നൽകി. ഇവിടെ വലിയ ഒരു സമരത്തെയാണ് നാം നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സമരം ഒരു തുടക്കം മാത്രമാണ് എന്നിവിടെ വിശേഷിപ്പിക്കുകയും, കാരണം പിണറായി സർക്കാരിന്റെ രണ്ടാം ഈ ഭരണകാലത്തിൽ ജനങ്ങൾക്ക് ദ്രോഹമായ കാര്യങ്ങൾ മാത്രമാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്.